ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ എന്ന് പറയുന്ന ഒരു കുട്ടി എന്ത് പറയാം പറയാം കേട്ടോ. നമുക്കൊരു നമ്മുടെ നൈറ്റ് റൊട്ടീൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങളുടെ നൈറ്റ് റൊട്ടീനാണ് ഞങ്ങളിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്പെഷ്യലാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ട്രാവൽ വീഡിയോസ് അല്ലേ, സോ അതിന് പകരമായിട്ടൊരു കുക്കിംഗ് വീഡിയോ. ആരാണ് കുക്കേഴ്സ് അല്ല കുക്ക് ചെയ്യുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഞാനും ഇച്ചയാണ്. സോ ഇപ്പം മറ്റൊരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇച്ച കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ കുക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്പെഷ്യലായിട്ടാണ് കേട്ടോ, ഭയങ്കര സ്പെഷ്യലായിട്ടാണ്. അതുകൊണ്ട് ആരും വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ള് കാണുക. പിന്നൊരു കാര്യം, ഞങ്ങൾ മാത്രമാണ് വീട്ടിൽ. ഞാനും മിച്ചയാണ്, അച്ഛൻ്റെ അമ്മയും അനിയനും ചേച്ചീൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കിച്ചണിലേക്ക് നമുക്ക് എന്തും കാണിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒന്നും നോക്കാതെ അങ്ങ് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ കുക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ മോർണിംഗ് ഒന്നും ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടാണ് അതാണ് ഇപ്പോഴത്തെ ഒരു കുക്കിംഗ് മാത്രം. എന്തായാലും ഭയങ്കര സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പിൽ ഞങ്ങൾ വെള്ളം ചൂടാക്കാൻ വെക്കുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ ഗ്യാസിൽ വെക്കത്തില്ല, ആ അടുപ്പിൽ വെച്ചിട്ടാണ് വെള്ളം ചൂടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്കൊരു വഴിയെ കണ്ടുപിടിക്കില്ല വഴിയെ ചെയ്ത് നോക്കാം. അങ്ങനെ ഇച്ചയാണെങ്കിൽ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് സവാള കട്ട് ചെയ്യണൊക്കെ സമയം കൊണ്ട്, അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പം നമ്മൾ കോഫി ഇടാൻ വേണ്ടി ഉള്ള ഇതിലാണ് കേട്ടോ. പാലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ കോഫി ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇച്ചയാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്യണം, ഈ സവാളയൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ചായ അല്ല കേട്ടോ, കോഫി ലവേഴ്സ്. അപ്പോൾ നമ്മൾ കോഫിയാണ് ഉണ്ടാക്കാൻ പോണത്. കട്ട് ചെയ്ത് വെച്ച് ഞാൻ ഇനി കുക്കറെല്ലാം കഴുകി ഫസ്റ്റ് ഞങ്ങൾ ഈ പൊട്ടറ്റോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞങ്ങൾ അതിനാണ് വയ്ക്കുന്നത്. സങ്കടം വരുന്നു, ഞാൻ നല്ല സവാള അരിയുന്നതെങ്കിലും കണ്ണു നേരുന്നു. നമുക്ക് ഈ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങും ഇതാണ് കേട്ടോ ഞങ്ങളെടുത്ത സൈസ്. ഇത് കറക്റ്റ് കണക്കാണെന്ന് അറിയത്തില്ല, നമുക്ക് എന്തായാലും ട്രൈ. ഇതൊക്കെയാണ് ജസ്റ്റ് ഇത് കഴുകണോ? ജസ്റ്റ് വെറുതെ എല്ലാം ഒന്ന് കഴുകി വെക്കാം. എല്ലാം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി അതിനെ അരിയുന്നുണ്ട്. കാണാം ഈ ഒരു പീസ് ഇങ്ങനെ സ്ക്വയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആയിരുന്നു. ഞങ്ങൾ ഇച്ചിരി തിക്നെസ് കുറച്ചിട്ടാണ് അരിയണത്. ഇത് 2 കിഴങ്ങ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇനി അതിനായിട്ട് അവിക്കാനായിട്ട്. കറിയുടെ പേര് ലാസ്റ്റേ പറയും, സീക്രട്ട്. അല്ല, കിഴങ്ങ് കറിയാണ്. കിഴങ്ങ് കറി കുറേ സ്റ്റൈലിൽ വെക്കുമല്ലോ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്നത് നാളെ എനിക്ക് PSC പരീക്ഷയാണ്. എന്തോ നാളെ കിട്ടി. എനിക്ക് 28 നാളെ 28 അല്ലേ, നാളെയാണ് എൻ്റെ PSC പരീക്ഷ. വീഡിയോ ഞാൻ എന്നാണ് അപ്ലോഡ് ചെയ്യാമെന്ന് അറിയില്ല. എനിക്ക് എന്തായാലും ഇന്ന് ഫ്രൈഡേ ആണ്, നാളെ സാറ്റർഡേ. ഞങ്ങൾക്ക് നാളെയാണ് PSC എക്സാം. ഭയങ്കരമായിട്ട് ഞാൻ പഠിച്ചു കേട്ടോ. പിന്നെ ലിസ്റ്റിൽ ഉറപ്പായിട്ട് എൻ്റെ പേര് കാണും, പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിതിലോട്ട് നമ്മളിതിലോട്ട് ഇട്ടിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിട്ട് അവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പ്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. എൻ്റെ സവാള അരിയണം. ഇത് കുഞ്ഞായിട്ടല്ല ഇങ്ങനെ കുഞ്ഞായിട്ടാണ് സവാള അരിയാനുള്ളത്. അപ്പം എൻ്റെ കോഫി ആയിട്ടുണ്ട്. പിന്നെ കോഫി അപ്പോൾ എന്നെ കുടിച്ച് നോക്കാം. എൻ്റെ കോഫിന് ഭയങ്കര അഭിപ്രായമാണ്. ഒന്നുകിൽ പഞ്ചസാര കാണുക, ഒന്നുകിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. പിന്നെ സവാള, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഞങ്ങൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഇത്രയാണ് അടുത്തെടുക്കാനുള്ളത്. സവാള നിങ്ങൾ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്താണ്. കാണിച്ചു തരാമേ, കണ്ടോ. ഇത് ഇവിടെ ഇങ്ങോട്ട് ഇത് വീടിൻ്റെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു വിട്ടാണ്. നമുക്ക് അറിയാമല്ലോ, ഇങ്ങനെ പുറത്തുനിന്ന് ചെയ്യൂടി. ഇവിടെ നിന്ന് കാണിച്ചിടാം. അയ്യോ, ഇത് നമുക്കുണ്ടോ, ഇവിടെയാണ് കിച്ചൺ. അങ്ങനെ സെപ്പറേറ്റ് അവിടെയാണ് നമ്മൾ
എന്താ സാധാ അടുക്കളയും പിന്നെ യെസ് വർക്ക് ഏരിയ എന്ന് പറയുന്നു. വർക്ക് ഏരിയ അത് തന്നെ. അപ്പം എന്തായാലും ഇനി അത് വർക്ക് ഏരിയ. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഞങ്ങൾ നല്ല ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പം ആവുമായിരിക്കും. കുക്കർ തടപ്പെടുത്തടയ്ക്കാൻ നോക്കി വേണ്ടി വെയിറ്റ് കാണാനില്ല. വെയിറ്ററിൻ്റെ പുറത്തൊരു സാധനം ഇടുമല്ലോ, പിന്നെ ഒരു അടപ്പ് വെച്ച് ചെയ്ത് നോക്കിയാണ്. അപ്പം എന്തായാലും ഇനി വെന്തിട്ട് നമുക്കടുത്ത് കാണാം. അപ്പോൾ പാൻ വെച്ച് പാനല്ല ഈ പാത്രം ചട്ടി. അപ്പം ചട്ടി ചൂടായിട്ട് നമുക്കിനി എണ്ണ ഒഴിക്കാമേ. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കാനുള്ളത്. വെളിച്ചെണ്ണ ഫ്രഷ് വെളിച്ചെണ്ണ. അയ്യോ ഇത് എന്തോന്ന് വെളിച്ചെണ്ണ ഞങ്ങൾ പാക്കറ്റിൽ വാങ്ങണല്ലേ കേട്ടോ, അല്ലാതെ വാങ്ങണ വെളിച്ചെണ്ണയാണ്. അത്യാവശ്യം സവാള വരട്ടാളുണ്ട്. ഇത്ര മതിയായിരിക്കും അല്ലേ? ഇച്ചിരി കൂടെ ഒഴിക്കാം. എന്നിട്ട് അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. മതിയാണെന്ന് തോന്നുന്നു. പിന്നെ അതിന് ശേഷം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടി കടുകടപ്പം നീങ്ങി എല്ലാം പൊളിഞ്ഞ് വരണം. അത് കഴിഞ്ഞിട്ട് ഇത് മറ്റെന്തോ സംഭവം തോടില്ലാത്ത ഉഴുന്ന് കുറച്ച് മതി കുറച്ച് മതി. ഇനി നമുക്ക് ഇനി ഒരൈറ്റം പരിപ്പുണ്ടല്ലോ, കുഞ്ഞൻ പരിപ്പ്. ആ പരിപ്പ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിടുന്നത് കുറച്ച് പെരുംജീരകം. പെരുംജീരകം പെട്ടെന്ന് കരിയും. കുറച്ച് പെരുംജീരകം. പിന്നെ എന്താണ്ട് ഈ ഉണക്കമുളക് ഞാൻ മുറിച്ചല്ലേ അമ്മ, അത് കരിയിടണം. അപ്പം മുറിച്ചിട്ട് ഒന്ന് മതിയല്ലേ? ഇത്രയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് പെട്ടെന്നൊന്ന് കിണ്ടണം. ഇളക്കി കൊടുക്കണം. ഇതാണ് ഇച്ചിരി മൂത്ത് വരുന്നുണ്ടേ അമ്മ. ഇത് മൂത്ത് വന്നിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. വെള്ളം ഉണ്ടായിരുന്നോണ്ടാണ് പിന്നെ മുളക്, നമ്മളെ ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടെ കാരിട്ട് മുളക് കൂടിപ്പോയാ ഇനി സവാള ഇടണം. സവാള കൂടിപ്പോയുണ്ടാണ് അല്ലേ? കറക്റ്റ് ആയിരിക്കും. ഇത്ര ഇടട്ടോ, അത്രയും കിഴങ്ങില്ലല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇനി സവാള കൂടിയില്ല എന്നൊന്നും പറയരുത്. ഇതെല്ലാം ഇട്ടു. ഇനി ഇത് നല്ലതായിട്ട് വരട്ടിയെടുക്കും. എന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇത് നന്നായിട്ട് വരട്ടിയെടുക്കും. എങ്ങനെയുണ്ടായിരുന്നു കോഫി? കോഫി എങ്ങനെയുണ്ടായിരുന്നു? കാപ്പി പോലെ ഉണ്ടായിരുന്നു. ഈ കോഫി കൊള്ളാം. ഇന്നാളത്തെ ഡൽഗോണ കോഫിയെ കൊള്ളാം. വെരി ഗുഡ്. ഊള കോഫി. എനിക്ക് ഭയങ്കരമായിട്ട് കുക്കിംഗ് ഒന്നും അറിയത്തില്ല കേട്ടോ. കുഞ്ഞു കുക്കിംഗ് നല്ലതായിട്ട് കുക്ക് ചെയ്യും. ഇപ്പം കുക്ക് ചെയ്യില്ലേ? എന്താ കുക്ക് ചെയ്യുന്നത്? അതുകൊണ്ട് ജീവനുണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചായയൊക്കെ ഇടും. ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കും. പറ എന്തൊക്കെ ഉണ്ടാക്കുന്നു? നമുക്കിത് അതുവരെ കിട്ടിക്കൊടുക്കണം. അപ്പൊ അയ്യോ കിണ്ടിയല്ലേ, എനിക്കാണെങ്കിൽ കിണ്ടി എന്ന് വാക്ക് വരുന്നത്. എന്തോന്നാണ് വരട്ടുന്നതല്ലേ? ഇളക്കി കൊടുക്കണത് എന്നാണ് പറയണത്. ഇത് എന്താ ഇനി ഇത് നന്നായിട്ട് പാകമായിട്ട് കാണാൻ കേട്ടോ. നമ്മൾ അതുവരെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ നിന്നിട്ട് ഇത് പാകമായിട്ട് കാണാൻ. ഇപ്പോൾ ഏകദേശം നല്ല ഇച്ചിരി ബ്രൗൺ കളറായിട്ട് പോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ വരട്ടിയെടുക്കണം. ഇപ്പം ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് എന്ത് ചെയ്യണം, നല്ല തിളക്കി കൊടുക്കണം. അടി പിടിക്കരുത് കേട്ടോ. ഇച്ചിരി എണ്ണ വീത്തിയാൽ മതി, അടി പിടിക്കത്തില്ല. അങ്ങനെ നന്നായിട്ടൊന്ന് ഇച്ചിരി കൂടെ മൂപ്പിച്ച് ഇളക്കി കൊടുക്കണം. എന്തോന്ന് ചായ ഇടേണ്ടത്? ഇപ്പോൾ മഞ്ഞപ്പൊടി. ഇത് വെട്ടത്തിൻ്റെ ഇതോട്ടോ. നല്ല എന്ത് പറയാൻ, ക്യാമറ നല്ല വെട്ടം. ഇനി നല്ലതായിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലതായിട്ട് വരട്ടിയിടണം കേട്ടോ. ഇച്ചിരി ഇതിൻ്റെ ഒരു മൂപ്പ്
യൂട്യൂബ് ചേച്ചി ഇത്രയും പറഞ്ഞു എന്നോട് നമുക്ക് വേണമെങ്കിൽ മസാലയൊക്കെ ഇടാം. മസാല വേണമെങ്കിൽ ഇടാം. അത് കുറച്ച് ഇട്ടാൽ മതി. ഇത് കുറച്ചായിട്ട് ഇപ്പം എഴുതാ എല്ലാവർക്കും ജലദോഷം. സവാള അരിഞ്ഞിട്ട് കരഞ്ഞിട്ട് ജലദോഷം. എന്താണ് ഇപ്പം എഴുതാ മസാല ഇച്ചിരി കഴിഞ്ഞിട്ട് ഇച്ചിരി മസാല ഇടും. ഇത് ഇച്ചിരി കൂടെ ഒന്ന് വഴറ്റി വന്നിട്ട് നമ്മൾ ഇല്ല വഴറ്റി വന്നിട്ട് നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ കിഴങ്ങ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് അവസാനം ഭയങ്കര എരിയായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഇനി കിഴങ്ങ് ഇത് മസാല ഇടണം. കുറച്ച് മസാല ഇടണം. കുറച്ചല്ലേ നമുക്ക് വയ്യ ചുമ. എന്ത് നമ്മുടെ യൂട്യൂബിൽ വെച്ച് പറയുന്നത് മാത്രമേ ഇടാറുള്ളൂ. അല്ല ടെസ്റ്റ് ചെയ്ത് നോക്കണം പുറത്ത് പുതിയ സാധനങ്ങൾ. അപ്പം ഞങ്ങൾ ഇട്ട് നോക്കട്ടെ. അപ്പോൾ നല്ല മൂത്ത് വന്ന സവാളയിലുണ്ട് നല്ല ബ്രൗൺ കളർ വന്നു. അതിലോട്ട് ഞങ്ങൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയായിരുന്നു. ഇനി ഉരുളക്കിഴങ്ങിന് ഇച്ചിരി പീസായിട്ട് കിടക്കണേ നല്ലതായിട്ട് എന്താ പറയുക, ഞങ്ങൾ ഈ സ്പൂൺ വെച്ച് പ്രസ് ചെയ്തിട്ട് നല്ല നമ്മൾ വിജയിച്ചു കണ്ടു നമ്മുടെ കറി. ഇതിൻ്റെ പേരൊക്കെ അവസാനം പറഞ്ഞുതരാൻ കേട്ടോ. നിങ്ങൾ പേരയുടെ ചോദിക്കും ചിലപ്പോൾ ഇതിങ്ങനെയാണോ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ദണ്ടുക്കുണ്ട് കറി നമ്മുടെ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഉപ്പൊന്നും നോക്കിയിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പൊട്ടറ്റോയിൽ നല്ലതായിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. പിന്നെ അടുത്തത് എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്നുള്ള പൂരി ഉണ്ടാക്കാനാണുള്ള കുഞ്ഞും പൂരി ഞങ്ങൾ കാണിച്ചു തരാവേ. എന്താ ഇങ്ങനത്തെ പാക്കറ്റിലെ പൂരി വാങ്ങിയിട്ടുണ്ട്. ഇത് എത്ര പൂരിയാണുണ്ട്? 12 പൂരിയുണ്ട്. ഇത് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് അപ്പോൾ ഞങ്ങളെ കറി ഇതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കിയാ? പൂരി മസാല ഞാൻ ആർക്ക് സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഇത്രയും നേരം പറയാതെ. അപ്പോൾ നമ്മൾ ഇച്ച അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഇച്ചയാണ് ഇനി ഇത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടെല്ലാം ഹെൽപ്പ് കളച്ചു വന്നിട്ടുണ്ടെന്ന്. പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൂരി വേണ്ടല്ല മതി. പൂരി പാക്കറ്റ് പൂരി ഭയങ്കരമായിട്ട് പൊങ്ങി ഇങ്ങനെ പൊള്ളി വരുമോ? ഇനി ചിലപ്പോൾ അടുത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് പൊള്ളി വരും കേട്ടോ ഈ പൂരി. പൂരിയെല്ലാം ലാസ്റ്റായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിനി കയറണം, കഴിക്കണം. അത്രേ തന്നെ. ജസ്റ്റ് ഇവിടെ ഒന്നൊക്കെ ക്ലീൻ ആകണം. ജസ്റ്റ് ഇത് ഈ ഒരു ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ഫുഡ് കഴിക്കണം. പിന്നെ വേറെ എന്താ ഇന്ന് ഇത്ര തന്നെ. അപ്പോൾ വേറെ പണിയൊന്നും ഇല്ല രാത്രി. പിന്നെ ഇനി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് കാണാം. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ചോറായിരിക്കും കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. ഇപ്പം ഇന്ന് അമ്മ ഇല്ലാത്തതുകൊണ്ടാണ്, അമ്മയും അനിയനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സമാനുണ്ടാകണം എന്ത് ഫുഡായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി ഓർന്നായിട്ട് കണ്ട് പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് തന്നെ കഴിച്ചിട്ട് അപ്പോൾ എന്താ വെച്ചാൽ PSC പരീക്ഷയായിട്ട് കുറച്ച് വായിക്കണം. അപ്പോൾ തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ ഇനി കിടക്കുമ്പോൾ ഞാൻ PSC ഇച്ചിരി വായിക്കുന്നതെന്നാണ് കരുതിയത്. ഇന്ന് തീരെ വയ്യാന്നല്ല, ഞാൻ ഇടയ്ക്ക് ഇച്ചിരി വയ്യാതെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടേക്കും മെഡിസിൻ കഴിച്ചപ്പം ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിച്ചപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിനി കിടക്കാൻ പോവുകയാണ്. ഈച്ചത കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഇത്ര തന്നെ ഞങ്ങളുടെ ഇത്. ഇനി നാളെ അവർ എന്നിട്ട് ഇന്ന് വായിക്കാമെന്ന് കരുതി. സോ ഇതാണ് ഞങ്ങൾ നൈറ്റ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. എല്ലാ ദിവസത്തെയും വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നത്. വേറെ ഇതൊന്നും എനിക്ക് നാളെ എനിക്ക് PSCക്ക് എക്സാമിനോട് പോകണം. പിന്നെ നാളെ രാവിലെ ഇച്ചിരി വായിക്കണം. അതാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കിടക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ.